പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. സഹബ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം. എത്രത്തോളമാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസിന്റെ പ്രാധാന്യം? CPIM അറുപതുകളുടെ മധ്യത്തിൽ രൂപീകരിച്ചതിന് ശേഷം ചില താൽക്കാലിക തിരിച്ചടി ഉണ്ടായിട്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള വളർച്ചയുടെ ഒരു ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു വലിയ സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയ ശക്തിയായിട്ട് CPIM വളർന്നു. 1991 യൂറോപ്പിലെ സോഷ്യലിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ തിരിച്ചടി നേരിട്ടു. എന്നാൽ അങ്ങനെ ഒരു തിരിച്ചടി നേരിടാതിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ 2014 ശേഷം ചിത്രം മാറി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രഹരശേഷി, സമരശേഷി കുറഞ്ഞു. എങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആനുപാതികമായ തോതിലല്ല, തെരഞ്ഞെടുപ്പ് ശക്തിയിൽ വലിയ ചോർച്ചയുണ്ടായി. ബംഗാളിലും ത്രിപുരയിലും തിരിച്ചടി നേരിട്ടു, തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷത്തിന് ഇന്ന് സർക്കാരുള്ളൂ. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ മുഖ്യ ചർച്ചാ വിഷയം ഇതാണ്. ഒന്ന്, എങ്ങനെയാണ് ഇന്നത്തെ BJPയെ അധികാര പ്രശ്നമാക്കുക? CPIMൻ്റെ വളർച്ചയ്ക്കും അത് ആവശ്യമാണ്. ഇപ്പോൾ ത്രിപുരയിൽ എന്താ തിരിച്ചു വരാത്തത്? ഒരു സംശയം വേണ്ട, BJPയുടെ അവിടുത്തെ സ്വാധീനമല്ല, ബലം പ്രയോഗിച്ച് വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അത് തന്നെ ബലപ്രയോഗത്തിൻ്റെ ഫലിതാനത്തിൽ. ബംഗാളിൽ എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. പക്ഷേ അവിടെ BJPയും TMCയുമായിട്ടുള്ള ധ്രുവീകരണത്തിൽ CPIM അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് തിരിച്ചടി നേരിടുന്നു. അപ്പോൾ എങ്ങനെയാണ് BJPയെ അധികാര പ്രശ്നമാക്കുക? ഇതൊരു കേന്ദ്ര പ്രശ്നമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പാർട്ടിയുടെ തനത് ശേഷി ഉയരണം, സ്വതന്ത്ര ശേഷി ഉയരണം. അതല്ലെങ്കിൽ ഒരു കോൺഗ്രസിനും BJPക്കും ബദലായിട്ട്, നിയോ ലിബറൽ നയങ്ങൾക്ക് ബദലായിട്ട് ഒരു കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിനൊരു സ്വാധീന ശക്തിയായി വളർത്തുന്നതിനും കഴിയില്ല. BJP പോയാൽ മാത്രം പോരാ, ഒരു ഇടതുപക്ഷ ബദൽ ഇന്ത്യയിൽ ശക്തിപ്പെടണം. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങൾ, BJPയെ അധികാരപക്ഷമാക്കുക, ഇടതുപക്ഷ സ്വാധീനം വർദ്ധിപ്പിക്കുക, ഇത് രണ്ടും തമ്മിൽ പരസ്പര അനുരോധമായ വശമുണ്ട്, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ പാർട്ടി കോൺഗ്രസ് നടക്കും. തീർച്ചയായും ഈ നമ്മുടെ 2 മാസം മുമ്പേ പ്രസിദ്ധീകരിച്ചു കരട് രാഷ്ട്രീയ പ്രമേയം. അതിനുശേഷം ചർച്ചകൾക്ക് ശേഷം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് ഈ പ്രമേയം ഊന്നൽ നൽകുന്നതും, ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ ഊന്നൽ നൽകുന്ന ആ ഒരു നയം, അത് ഏത് രീതിയിലാണ് അതിനെ വിലയിരുത്തേണ്ടത്? രാഷ്ട്രീയ പ്രമേയത്തിൽ BJPയോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും ഇല്ല. അതുണ്ടെന്നൊക്കെ പറഞ്ഞാണ് വെറുതെ കിടന്ന് വർത്താനം പറഞ്ഞത്. ചർച്ചകളാണ് പുറത്ത് ഇല്ല, അതൊക്കെ വെറുതെ വ്യാഖ്യാതികളാണ്. പക്ഷേ ആ BJPയെ ഒറ്റപ്പെടുത്തുകയും തോൽപ്പിക്കാനും ശ്രമിക്കുമ്പോൾ പാർട്ടിയുടെ സ്വതന്ത്രമായ ശേഷി വളർന്നിട്ടില്ല. അവിടെ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട്? അവിടെയായിരിക്കും പാർട്ടി കോൺഗ്രസ് ചർച്ചകൾ കൂടുതൽ ഊന്നാൻ പോകുന്നത്. അപ്പോൾ അതിന് ആധാരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ രേഖ, ആ രാഷ്ട്രീയ രേഖയ്ക്ക് മുമ്പ് തന്നെ പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇതുവരെയും എന്തുകൊണ്ട് ഇങ്ങനെ സ്വതന്ത്രശേഷി ഉയർന്നില്ല എന്നത് സംബന്ധിച്ചുള്ള ഇതുവരെയുള്ള അനുഭവങ്ങളെ വിലയിരുത്തുന്ന ഒരു രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുമുണ്ട്. അതും പാർട്ടി കോൺഗ്രസ് പരിഗണിക്കും. ഈ ഒരു സ്വതന്ത്രശേഷി വളരാത്തതിന് പിന്നിൽ സംഘടനാപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്നുള്ള വിലയിരുത്തലാണോ? എന്താണ്, അങ്ങനെ ഏത് വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ നടത്തിയത്? സംഘടനാപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പാർട്ടി സംഘടനയുടെ രാഷ്ട്രീയ ബോധം, അതിന് വന്നിട്ടുള്ള പോരായ്മകൾ, ദൗർബല്യങ്ങൾ, പിന്നെ പ്രവർത്തകരുടെ തന്നെ വ്യക്തിപരമായ ദൗർബല്യങ്ങൾ,
പക്ഷെ വെറും സംഘടനാപരമായിട്ടുള്ള കാരണമല്ല. നമ്മുടെ മുന്നിലുള്ളൊരു കേന്ദ്ര പ്രശ്നം വലിയ സമരങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ തൊഴിലാളികൾ ദേശീയ തലത്തിലുള്ള പണിമുടക്ക്, കൃഷിക്കാരുടെ സമരങ്ങൾ, ഇതൊക്കെ വന്നിട്ട് ഇതിലൊക്കെ CPM ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവ രാഷ്ട്രീയ നേട്ടങ്ങളായിട്ട് മാറുന്നില്ല ഈ സമരങ്ങൾ? എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്ന കൃഷിക്കാർ അവിടെ ഉറച്ചു നിന്നൊരു വർഷം സമരം ചെയ്തെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ സമരം ചെയ്യുമ്പോൾ രാഷ്ട്രീയവും പറയണം. സമരം ചെയ്യുമ്പോൾ BJP വർഗീയതയെ തുറന്നു കാണിക്കണം. അത് തുറന്നു കാണിച്ചില്ലെങ്കിൽ സമരം കഴിയുമ്പോൾ വീട്ടിൽ ചെന്നാൽ അവിടെ വർഗീയതയാണ് ആധിപത്യം എന്ന് ഗ്രാമങ്ങളിൽ പുറത്തുന്നത്, അത് സ്വാധീനിക്കപ്പെടാം. എന്തുകൊണ്ടാണ് എന്നുള്ളത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ വർഗീയതയുടെ കാര്യം പറഞ്ഞു, ഇന്ന് അത് പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല. വഖഫ് ബില്ല് വീണ്ടും ലോക്സഭയിൽ വരികയാണ്. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തത് MP-മാരൊക്കെ പാർലമെന്റിലേക്ക്, ദില്ലിയിലേക്ക് മടങ്ങണം എന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വഖഫ് ബില്ലിന്റെ ചർച്ചയെ കാണും? വഖഫ് ബില്ലിനെതിരായിട്ട് മുഴുവൻ പ്രതിപക്ഷവും യോജിച്ച് നിന്ന് പോരാടാൻ പോവുകയാണ്. പക്ഷെ BJP ആണെങ്കിൽ കാശ് കൊടുത്തും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയും എല്ലാം അംഗങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവരൊരു ഉന്നം കണ്ടിട്ടുണ്ട്, കാണാതെ ചെയ്യത്തില്ലല്ലോ. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ പാർട്ടികളും ഈ വഖഫ് ബില്ലിനെ എതിർക്കുകയാണ്. ദൗർഭാഗ്യവശാൽ ഈ മൊത്തം ദേശീയ രാഷ്ട്രീയവും അതിൽ BJPയുടെ നിലയും എല്ലാം കണ്ട് ഒരു നിലപാടെടുക്കുന്നതിന് പകരം ഹ്രസ്വമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ ആസ്പദമാക്കി നമ്മൾ നിലപാടെടുക്കുന്ന രീതി ചില ജനാധിപത്യ വിശ്വാസികളെങ്കിലും കാണിച്ചിട്ടുണ്ട്. ഏതായാലും അതിന് തള്ളി പറഞ്ഞിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയം, ജനാധിപത്യ ദേശീയ രാഷ്ട്രീയം. ഏതായാലും രാവിലെ തിരക്കിനിടയിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് കൈരളി ന്യൂസിനൊപ്പം ചേർന്നത്. പാർട്ടിയുടെ സ്വതന്ത്ര ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചർച്ചകളായിരിക്കും പാർട്ടി കോൺഗ്രസിൽ പ്രധാനമായും നടക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മധുരയിൽ നിന്നും ഷൈജു പിലാത്രയ്ക്കൊപ്പം M. സന്തോഷ്.